സോ ഗെയ്സ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് മൈക്കിൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ എങ്ങനെ എടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയ്സ് നിങ്ങൾക്ക് ഇന്നോവ കാർ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നമ്മുടെ ഗെയിമിൽ മൈക്കിൾ ഹൗസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദയവായി എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ മൈക്കിൾ ക്യാരക്ടറിനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഗൈസ് നിങ്ങൾ പോകുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഡൗൺലോഡിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഒരു ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇതിലോട്ട് ഡൗൺലോഡായി വരുന്നതായിരിക്കും. ജസ്റ്റ് ആ ഫയൽ ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡറിൽ കൊണ്ടുപോയി ആ ഒരു ഫയൽ ഇടുക. അല്ലെങ്കിൽ ആ കിടക്കുന്ന ഫോൾഡർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഗൈസ്. കാരണം ഇത് നമുക്കിനി ആവശ്യമുണ്ട്. അങ്ങോട്ട് പോകുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഗൈസ്. എന്തായാലും ഞാനാണെങ്കിൽ ഇപ്പോൾ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ RGS മെനുവിലുണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഒരു ഇതിലേക്കായിരിക്കും പോകുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫയൽ എവിടെയാണോ കിടക്കുന്നത് ആ ഒരു ഫോൾഡറിലേക്ക് പോവുക. എന്തായാലും ഞാൻ ഫയൽ ഏറ്റവും അടിയിലാണ് ഗീസ് കൊണ്ടിട്ടത്. ഇതിൻ്റെ അകത്തുനിന്ന് തപ്പണം. കുറേയധികം ഫയൽസ് ഉണ്ട്. എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് ആ ഫയലും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്നുണ്ട്. തപ്പിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ആ ഫയൽ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഫയലിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ഇവിടെ ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നേരെ ബാക്കോട്ട് വരും. ബാക്കോട്ട് വരുമ്പോഴത്തേക്കും ലോഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു ഫയൽ ലോഡായിരിക്കുന്നതായിരിക്കും കേസ്. അവിടെ ലോഡ് കൊടുത്തു കഴിഞ്ഞ് നേരെ അവിടെ പോവുക. അവിടെ പോയിട്ട് ആ ഒരു ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബാക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫയൽ ലോഡാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ പഴയ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ആകുമെന്ന് ഞാൻ പറഞ്ഞുതരാം. PM0 കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ക്യാരക്ടറിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ PM99 നിങ്ങൾ ഡയൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മൈക്കിൾ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ ഫയൽ ലോഡ് ചെയ്യാതെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ഫയൽ നമ്മുടെ വാട്സപ്പ് ചാനലിലുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എല്ലാ കൂട്ടുകാരും നമ്മുടെ വാട്സപ്പ് ചാനൽ മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കുക. എന്തായാലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗീസ് അവിടെയാണ് ആ ലിങ്ക് ഉള്ളത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ലിങ്കിലേക്കായിരിക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഗീസ് ഞാൻ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മൈക്കിൾ ക്യാരക്ടറിൻ്റെ ഫ്രണ്ട് വശമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം ഗീസ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഗീസ് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നമ്മുടെ ഗെയിമിലേക്ക് മൈക്കിൾ ക്യാരക്ടറിനെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഗീസ് നമ്മുടെ മൈക്കിളിൻ്റെ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് അതിന് മുന്നേ നമുക്ക് കുറച്ച് ട്രിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാനിവിടെ ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്. ഈ ബൈക്ക് എടുത്തിട്ട് MBCനെ നമ്മുടെ മൈക്കിൾ ക്യാരക്ടറിൻ്റെ ബാക്കിലായിട്ട് ഇരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും ഗൈസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇരിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചാണ് ബ്രോ എങ്ങനെയാണ് ഈ MBCനെ നമ്മുടെ ബൈക്കിന് ബാക്കിലായിട്ട് ഇരുത്തുന്നതെന്ന്. നിങ്ങൾ MBCയുടെ അടുക്കി ചെന്നിട്ട് മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്ക് MBCനെ ബാക്കിലായിട്ട് ഇരുത്താനായിട്ട് പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ സ്മാൾ പ്ലെയർ എന്ന് ഡയൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ക്യാരക്ടറിനെ ഞാൻ സ്മാൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ പണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറേ നാളായി ഈ ഒരു ഗെയിമിലേക്ക് വന്നിട്ട്. പിന്നെ ഈ നമ്മുടെ സെക്കൻഡ് ചാനൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ ഫണ്ണി വീഡിയോസ് ആയിരിക്കും ഇന്നത്തോട്ട് ഇടാനായിട്ട് പോകുന്നത്. മാക്സിമം എല്ലാ കൂട്ടുകാരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അവിടെ ആയിട്ട് ആ ഗേൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഗേൾ MBC കടന്നു പോകുന്നുണ്ട്. അതിന് നല്ല രീതിക്ക് ബിഗ്ഗായിട്ടാണ് കാണുന്നത്. ഈ ക്യാരക്ടറിനെ വലുതും ചെറുതും ആക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ
വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഞാനാണെങ്കിൽ പോലീസ് കാറൊക്കെ കത്തിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മൈക്കിൾ ക്യാരക്ടറിനെ നിങ്ങൾക്ക് ചെറിയ ക്യാരക്ടറായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. എന്തായാലും ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഒരിക്കലും മറക്കരുത്. നമ്മുടെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ കിട്ടുന്നതായിരിക്കും. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കുറേയധികം ഇന്നോവ കാർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ കിട്ടി കാണത്തില്ല ഈ ഒരു കാറ്, അതെങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് മൈക്കിളിൻ്റെ ഹൗസ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം ഗീസ്. അതിനുവേണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്തിരിക്കണം. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗീസ് അതിൻ്റെ അകത്ത് നമ്മൾ മൈക്കിൾ ഹൗസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് ഗീസ് നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഗെയിമിൽ കയറുക. എന്നിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്ത് നെറ്റ് മസ്റ്റായിട്ട് ഓണാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറേ കൂട്ടുകാർ നമ്മുടെ നെറ്റ് ഓണാക്കാതെയാണ് ഈ ഫയലൊക്കെ ലോഡ് ചെയ്യുന്നത്. നെറ്റ് ഓണാക്കാതെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഫയൽ നിങ്ങളുടെ ഗെയിമിലേക്ക് ലോഡാകത്തില്ല. എന്നാലും ഇവിടെ പേസ്റ്റ് കൊടുക്കണമെങ്കിൽ പേസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നെറ്റ് ഓൺ ആക്കിയിരിക്കണം. എന്നിട്ട് ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്തായാലും ഈ കോപ്പി ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫയൽ ലോഡാണെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല, നെറ്റ് അവിടെ ഓഫാക്കുക. ഇനി നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല ഗൈസ്. എന്തായാലും ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗെയിമിലേക്ക് വരിക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൗസ് അവിടെ വന്നിരിക്കുന്നതായിട്ട് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഫയലിൽ നമ്മുടെ ഗെയിമിലേക്ക് ഒന്നുകൂടെ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഹൗസിൽ കുറേയധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് ഞാൻ അടിക്കുന്ന കോഡ് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക ഗൈസ്. എന്തായാലും നമ്മളാണെങ്കിൽ പുതിയൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ഒരു ബൈക്കാണ്. അതെല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ 32 85 കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ ലംബോർഗിനി ഉർസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർ എടുത്തുകൊണ്ട് നേരെ നമ്മൾ ആ ഒരു വീട്ടിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ റൂട്ട് എല്ലാ കൂട്ടുകാരും നോട്ട് ചെയ്ത് വെക്കുക. റൂട്ട് നോക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് അതിൻ്റെ ലിങ്ക് ഉള്ളത്. അതെല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ ഓർത്തിരിക്കുക ഗൈസ്. കുറേ കൂട്ടുകാരും നമ്മുടെ ഗെയിമിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു വാട്സപ്പ് ചാനലിൽ ലിങ്ക് പോയി കോപ്പി ചെയ്തിട്ട് ചെയ്യും. അതൊന്നും അല്ല ഗീസ് ചെയ്യേണ്ടത്. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ അത് കോപ്പി ആകുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ മൈക്കിളിൻ്റെ ഹൗസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗീസ് നിങ്ങൾ മസ്റ്റായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്തും കൂടെ വെക്കുക. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് മോഡൽ ഒരു ഗെയിമിൻ്റെ ഫണ്ണി വീഡിയോസ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇടാനായിട്ട് പോകുന്നത്. സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ആ ചാനലൊന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗീസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ മേലോട്ട് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കുറേയധികം റൂമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബെഡും ലൈറ്റും ഹൗസ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഇപ്പുറമായിട്ട് 2 ട്രീസൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഒരു അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗീസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ അപ്പുറമായിട്ട് കുറേ റൂമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ പോയി നോക്കാം. ഇവിടെ ആയിട്ട് ഒരു സോഫ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, TV. പിന്നെ ഇപ്പുറമായിട്ടൊരു റൂമുണ്ട്. ഇവിടെ ആയിട്ട് കുറേയധികം കബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷെൽഫ് കണക്ക് ഒരു സെറ്റപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ ആയിട്ടും ഒരു ഇതിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറുമ്പം ഇവിടെ ആയിട്ട് ഒരു TV ഉണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്ന് ഇരിപ്പുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ നമ്മുടെ ഹൗസ് ലൈറ്റ് അകത്ത് കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. സെറ്റായിട്ട് തന്നെ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയധികം കബോർഡൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പ്രോപ്സ് വെച്ച് ചെയ്തൊരു വീടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് ചെയ്ത ആൾ ഇതിൻ്റെ അകത്ത് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും TV തലകുത്തനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അതുപോലെ ഇവിടെ ആയിട്ട് സോഫയൊക്കെ സെറ്റ് ചെയ്ത് വേറൊരു ബെഡ് കൂടെ വെച്ചിട്ടുണ്ട്. സോഫയൊക്കെ തിരിച്ച് വെച്ചാണ് ആ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഈ കൊള്ളാം, അത്യാവശ്യം പക്കയായിട്ട് തന്നെ ഈ ഒരു ഹൗസ് ചെയ്തിട്ടുണ്ട്. ഈ ഹൗസ് എടുക്കേണ്ട രീതി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നമ്മുടെ വാട്സപ്പ് ചാനലിൽ പോവുക. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് ചാനലിൽ പോയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്താൽ മാത്രം നിങ്ങൾക്ക് മൈക്കിൽ കോപ്പി ചെയ്യാതെ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ഒരു ഇതിലേക്ക് പോകും. അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ഞെക്കിയിട്ട് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ഫോൾഡറൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ മൈക്കിൾ ക്യാരക്ടർ നമ്മുടെ ഗെയിമിൽ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ ഹൗസ് എടുക്കേണ്ട രീതി എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് ആ ലിങ്ക് കോപ്പി ചെയ്താൽ മതി. നമ്മൾ രണ്ടാമത്തെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക്
ഹൗസ് നമ്മുടെ ഗെയിമിലേക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും ഇപ്പം തന്നെ പോയിട്ടൊന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ കൂടി ഇപ്പോൾ ഇന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ നമ്മുടെ സെക്കൻഡ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ഫണ്ണി വീഡിയോസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഇടാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സൊക്കെ അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.